അപ്പൊ മക്കളെടാ, വിഷ്ണു സാറാണ് പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോകാം. അടിപൊളി ക്ലാസ്സാ, സിമ്പിൾ ക്ലാസ്സാ. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി. ഓക്കെ, ദേ നോക്കിക്കോ, നമുക്ക് പോകാം. എടാ, നമ്മളിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോസ് ഓഫ് എക്സ്പോണൻസ്, ശരിയല്ലേ? ലോസ് ഓഫ് എക്സ്പോണൻസ്. ലോസ് ഓഫ് എക്സ്പോണൻസ്. എന്താ ഈ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു നമ്പർ നമ്മൾ ഇങ്ങനെ എഴുതി, ഇപ്പോൾ 7. 7ന്റെ മേളിൽ ഇങ്ങനെ ഒരു 5 എന്ന് എഴുതിയാൽ നമ്മൾ വിളിക്കും 7ന്റെ പവർ ആണ് 5. ശരിയാണോ? എന്ത് വിളിക്കും? 7ന്റെ പവർ ആണ് 5. അങ്ങനെ കുറെ എന്തുണ്ട്? എക്സ്പോണൻസ് ഉണ്ട്. ഇങ്ങനെ മുകളിൽ എഴുതുന്ന നമ്പറിനെ നമ്മൾ അങ്ങനെ വിളിക്കും. ശരിയാണോ? വലിയ കാര്യമൊന്നുമില്ല, അത് സിമ്പിൾ ആണ്. അതേ നോക്കിക്കോണേ, ഞാൻ പറയാൻ പോവാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എയുടെ പവർ ആണ് എം, എയുടെ പവർ ആണ് എൻ. എക്സാമ്പിൾ പറഞ്ഞാൽ 5⁻³ ഇൻറ്റു 5⁻². ഇതിന്റെ ഉത്തരം എത്ര? a⁻m ഇൻറ്റു a⁻n. രണ്ട് നമ്പറുകളുടെ ബേസുകൾ ഒരേപോലെ 5ഉം 5ഉം, എയും എയും. പവറുകൾ തമ്മിൽ മാറ്റി തന്നാൽ അവന്റെ കണക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? a⁻m ഇൻറ്റു a⁻n. കൂടെ പറഞ്ഞോ, a⁻m പ്ലസ് n. a⁻m പ്ലസ് n. ഇവിടെ എത്ര വരും? 5⁻³ പ്ലസ് 2, അതായത് 5⁻5 ആണ് ഉത്തരം. കണ്ടോ? സിമ്പിൾ ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ ഇനി മറക്കത്തില്ലേ? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m പ്ലസ് n ആണ്. ഇത് വെച്ച് നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്യണം. അടുത്തത് a⁻m ഡിവൈഡഡ് ബൈ a⁻n ആണെങ്കിലോ? a⁻m ഡിവൈഡഡ് ബൈ a⁻n. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്ത്? വളരെ സിമ്പിൾ ആടാ. എടാ, ഇത് അതിനെക്കാട്ടി സിമ്പിളാ. അതേ നോക്കി, ഇത്രയേ ഉള്ളൂ പരിപാടി. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ a⁻m മൈനസ് n ആണ്. a⁻m മൈനസ് n ആണ്. എക്സാമ്പിൾ കാണിച്ചു തരാം. 5⁻³ ഡിവൈഡഡ് ബൈ 5⁻². നേരത്തെ പോലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 5⁻³ മൈനസ് 2, അതായത് 5⁻1. 5⁻1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 5. സിമ്പിൾ അല്ലേ? ഇനി ഇത് മറക്കൂ. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ a⁻m പ്ലസ് n. a⁻m ഡിവൈഡഡ് ബൈ a⁻n ആണെങ്കിലോ a⁻m മൈനസ് n. മറക്കത്തില്ലല്ലോ? സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോവാം. അടുത്ത നോക്കും. a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ എന്ത്? അടുത്ത ചോദ്യം അതാണ്. ഇതെല്ലാം നമുക്ക് പരീക്ഷകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാ. നോക്കിയേ, a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇങ്ങനെ വരാം. 5⁻³ the whole raised to 2. 5⁻³ പിന്നെയും ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ ഏത്? 5⁻³ the whole raised to 2. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം വേണ്ടി ഇത്രയേ ഉള്ളൂ. a⁻m ഇൻറ്റു n. a⁻m ഇൻറ്റു n. ആ ബ്രാക്കറ്റിന്റെ മുകളിൽ 2 നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്തേക്കുക. അങ്ങനെ വരുമ്പോ എത്ര വരും? 5⁻³ ഇൻറ്റു 2, അതായത് 5⁻6. a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. അതായത് 5⁻³ ഇൻറ്റു 2, 3 2 6. ശരിയാണോ? 5⁻6 എന്ന് വന്നു. സിമ്പിൾ അല്ലേ? അടിപൊളി അല്ലായിരുന്നോ? നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. a⁻m ഡിവൈഡഡ് ബൈ b⁻m ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിലോ ഇത്രയേ ഉള്ളൂ പരിപാടി. a ബൈ b ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുമല്ലേ? രണ്ടുപേരുടെയും എന്ത് തുല്യമാണ്? രണ്ടുപേരുടെയും പവറുകൾ തുല്യമാണ്. ബേസുകൾ പക്ഷെ എന്താണ്? തുല്യമല്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. അതേ നോക്കിയോ, a ബൈ b. ഇവരെ തമ്മിൽ എയും ബിയും കൂടെ ഡിവൈഡ് ചെയ്യുക, ദ ഹോൾ റേസ് ടു പവർ കൊടുക്കുക. സിമ്പിൾ. കഴിഞ്ഞില്ലേ? എക്സാമ്പിൾ കാണിച്ചു തരണോ? ദേ നോക്കിക്കോ, നേരത്തെ പോലെ 5⁻³ ഡിവൈഡഡ് ബൈ 3⁻3. 5⁻3 ഡിവൈഡഡ് ബൈ 3⁻3. അങ്ങനെയാണെങ്കിൽ ഇവർ ഉത്തരം എന്ത് വരും? 5/3 ദ ഹോൾ റേസ് ടു 3. അത്രയുള്ള ഉത്തരം. 5/3 ഹോൾ റേസ് ടു. സിമ്പിൾ അല്ലേ? അടിപൊളി അല്ലേ? നേരെ അടുത്ത കണക്കിലോട്ട് പോവാം. അടുത്ത നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. എനി നമ്പർ റേസ് ടു 0, a⁻0 എത്ര ആയിരിക്കും? 1. നിങ്ങളോട് ചോദിക്കുവാണ് 1999 ഹോൾ റേസ് ടു 0. നിങ്ങൾ കണ്ണടച്ചോണ്ട് ഉത്തരം പറയണം. വിഷ്ണു സാർ പറഞ്ഞിട്ടുണ്ട്, അതിന് ഉത്തരം എത്രയാണ്? 1. 1000⁻0 1. 10,000⁻0 1. ശരിയാണോ? എടാ ശരിയാണോ? 900⁻0 ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 1. എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്.
ഇനി തെറ്റിക്കത്തില്ലല്ലോ? അടിപൊളിയല്ലായിരുന്നോ?